കുറേ നാൾക്ക് ശേഷം നാട്ടിൽ കിട്ടുന്ന പോലത്തെ ഒരു ഫിഷ് കിട്ടിയിട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് മീൻ വറ്റിച്ചത് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതിന് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയും അരിഞ്ഞു മാറ്റി വെച്ചു. പിന്നെ നമ്മൾ ഫിഷ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടോ. ഇനി നമുക്ക് ചട്ടി വെക്കുക. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കടുകിട്ട് ഉലുവ ഇട്ട് പിന്നെ പച്ചമുളക് ഇട്ട് ഉള്ളി ഇട്ട് കറിവേപ്പില ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്താൽ അതിലേക്ക് ഞാനിടാൻ വേണ്ടി പോകുന്നത് ടൊമാറ്റോ പ്യൂരിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ പേസ്റ്റാക്കി ചേർക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടികളും ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിനെ ഞാൻ ചേർത്ത് കൊടുക്കണം കേട്ടോ. മീൻ ചേർത്തതിന് ശേഷം ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കുത്തി ഇളക്കാൻ വേണ്ടി പാടില്ല, അങ്ങനെ ആകുമ്പോൾ പൊട്ടി പോകും കേട്ടോ. അപ്പോൾ ദാ ഇനി നന്നായിട്ട് തിളച്ച് വരാനും കൂടി ഉള്ളൂ. മീൻ നന്നായിട്ട് തിളച്ച് വന്നു കുക്കായി. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടോ. ഇനി ചോറും മീൻകറി, മീൻ വറുത്തതും ഒരു പപ്പടം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഉച്ചയൂണ് കുശാലായി.